അമേരിക്കക്കാർ ഞങ്ങളെ ലക്ഷ്യമാക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ വിട്ടുകൊടുക്കുകയുമില്ല. ജയിക്കാൻ വേണ്ടി ചെങ്കടൽ ശവപ്പറമ്പാക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ചെങ്കടലിലെ തങ്ങളുടെ ആക്രമണങ്ങൾ അടിച്ചമർത്താൻ യുഎസിന്റെ നേതൃത്വത്തിലുള്ള 10 രാഷ്ട്ര നേവൽ ടാസ്ക് ഫോഴ്സിന് വഴങ്ങാതെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നടത്തിയ വെല്ലുവിളിയാണിത്. യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ ചെങ്കടലിന്റെ പ്രവേശന കവാടത്തിൽ മറ്റൊരു കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. 4-5 പേരുള്ള ചെറിയ ബോട്ടുകൾ കപ്പൽ വളയുകയും ഗതി മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു. മറ്റു രാഷ്ട്രങ്ങളുമായി പുതിയ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപനം ഉണ്ടായാൽ അവരുമായി ചേർന്ന് അമേരിക്ക വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ ചെങ്കടലിനെ ശ്മശാന ഭൂമിയാക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. എന്താണ് ശരിക്കും അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ ഈ കടലിൽ നടക്കുന്ന പ്രശ്നം? ആരാണ് ഹൂതികൾ? ഇസ്രായേൽ ഗസ യുദ്ധവുമായി എന്താണ് ഇവർക്ക് ബന്ധം? തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയത് ഏകദേശം 1 മാസം മുമ്പാണ്. ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഹൂതികൾ കപ്പൽ അന്ന് പിടിച്ചെടുത്തത്. പിന്നീട് മറ്റു രാജ്യങ്ങളുടെ ചരക്ക് കപ്പലും ഹൂതികൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക എന്ന വൻ ശക്തിയുടെ ഇടപെടൽ. ഹൂതികളുടെ ആക്രമണം തുടർന്നാൽ ചെങ്കടലിൽ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുകയും അത് വിപണിയിലെ എണ്ണവില കൂട്ടുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് പെന്റഗൺ ബഹുരാഷ്ട്ര നാവികസേന രൂപീകരിക്കുകയും ഈ വിഷയം ഗൗരവമായി എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇറാൻ എന്ന ശക്തിയുടെ ആയുധ പിന്തുണയുള്ള ഹൂതികൾക്ക് ഏതു സഖ്യത്തെയും ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് ഹൂതികളുടെ ശക്തി എന്താണെന്ന് അറിയേണ്ടത്. യമനിലെ ഷിയ മുസ്ലിം വിഭാഗമാണ് ഹൂതികൾ. 1992 അൻസാറുള്ള എന്ന പേരിലാണ് ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂതി സൈദിയുടെ നേതൃത്വത്തിൽ ഷിയാക്കളുടെ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. ബിലീവ് യൂത്ത് എന്ന സംഘടനയുടെ പോഷക ഘടകമായിരുന്നു ഹൂതി. യമനിലെ സർക്കാർ അഴിമതിയും സ്വേച്ഛാധിപത്യവും തുറന്നു കാണിച്ചതിനാൽ സർക്കാർ അവരെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2014 അവസാനത്തോടെ ആരംഭിച്ച യമൻ യുദ്ധത്തിൽ സന പിടിച്ചെടുത്തതോടെ അവരുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇറാനുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഹൂതികൾക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുത്തത്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ പലസ്തീനു വേണ്ടിയാണ് ഹൂതികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഗസയിലെ പലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നും അനുവദിച്ചില്ലെങ്കിൽ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹൂതികളുടെ വരവിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. യമനിലെ നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ മറച്ചുവെക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഹൂതികൾ സൃഷ്ടിക്കുന്ന കപ്പൽ ഗതാഗത തടസ്സം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യൂറോപ്പിനെയും ഇസ്രായേലിനെയും തന്നെയാണ്. കടൽ വഴിയുള്ള എണ്ണയുടെ 12% യമൻ വടക്കൻ തീരമായ അൽ മന്ദാബ് വഴിയാണ് കടന്നുപോകുന്നത്. ചെങ്കടലിൽ സഞ്ചാര തടസ്സം വന്നതുമുതൽ എണ്ണവില കുത്തനെ വർദ്ധിക്കുകയുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നും ഗസയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും ലഭിച്ചില്ലെങ്കിൽ ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ചെങ്കടലിലെ എല്ലാ കപ്പലുകളും അവരുടെ ദേശീയത പരിഗണിക്കാതെ തങ്ങളുടെ സായുധ സേനയുടെ ലക്ഷ്യമായി മാറുമെന്നുമാണ് ഹൂതികളുടെ ഭാഗം. ഇതുകൂടാതെ അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, ജൂതന്മാരെ ശപിക്കുക, ഇസ്ലാമിന് വിജയം എന്നതാണ് ഹൂതികളുടെ മുദ്രാവാക്യം. വൻ ശക്തിയായി മാറി യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന് തന്നെയാണ് ഹൂതികളുടെ നിലപാടും. എന്തായാലും ദീർഘകാല സമരത്തിലൂടെ മാത്രമേ ഹൂതി ഭീഷണിയെ തടയാൻ സാധിക്കൂ എന്നതിനാൽ പെട്ടെന്നൊരു സൈനിക നീക്കത്തിന് ഇല്ലെന്നാണ് ജോ ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്.